അല്ല, ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് ഈ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് നമ്മൾ വെറുതെ ഒരടിസ്ഥാനമില്ലാതല്ലോ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത്. അതിനായിട്ട് ആവശ്യമായ അന്വേഷണം നടത്തി, പലതരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടാണല്ലോ ഇതിൻ്റെ ശ്രമങ്ങൾ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിനകത്ത് കൂടുതൽ സജീവമായ പിന്തുണ നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സന്തോഷമുണ്ട് എനിക്ക് ആ കാര്യത്തിൽ. പിന്നീട് ആളുകളുടെ പേര് പുറത്തു വിടുക എന്ന് പറഞ്ഞാൽ, ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് താഴെ സർക്കാരിൻ്റെ സംവിധാനം അനുസരിച്ചിട്ട് ആളുകളുടെ വിശദീകരണം ചോദിച്ച് അന്വേഷണമൊക്കെ മേടിച്ചിട്ടല്ലേ ചെയ്യാവുള്ളൂ. ഒരു ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ പകുതി വസ്തുതകളാണ്. ഈ പണം മാറിയിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണെന്ന് നോക്കണം. ആദ്യമേ ആ പേരൊക്കെ പുറത്തു വിട്ടിട്ട് അല്ല വേണ്ടത്. പരിശോധിച്ചാൽ ആ പേരുകളൊക്കെ വരുമല്ലോ. ഓരോ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടി ആ ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് യാതൊരു പോരായ്മ വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഇനിയും ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് കണ്ടുപിടിക്കാനായിട്ട് സിസ്റ്റം ഒത്തിരി ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം ആധാർ ലിങ്ക് ചെയ്യേണ്ടി വന്നു, സ്പാർക്കുമായി കണക്ട് ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ നോക്കണം. 62 ലക്ഷം പേരുടെ ഡാറ്റയാണ്. എന്ന് മാത്രമല്ല, കോട്ടക്കലെ ഒരു കാര്യം വന്നല്ലോ. അതൊക്കെ അതുപോലുള്ള ചില കാര്യങ്ങൾ വേറെയും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം പഞ്ചായത്തുകൾ ഇക്കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി, തദ്ദേശ സ്ഥാപനങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് തെറ്റായ തരത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അതിനുവേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക, അത് നല്ലപോലെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. ഇപ്പം തന്നെ ഇത് ഫയലൊക്കെ അന്വേഷിച്ച് വന്നിട്ട് പല ഘട്ടങ്ങളിൽ അന്വേഷിച്ച് സമയമെടുത്ത് അന്വേഷിച്ചിട്ടല്ലേ ഈ കാര്യങ്ങൾ നിലപാടെടുക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഈ വന്നതനുസരിച്ചിട്ട് ആളുകൾ എങ്ങനെയാണ് പണം അടയ്ക്കേണ്ടത്, എവിടെ അടയ്ക്കാൻ പറ്റുമെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല, നാട്ടുപുറത്തുനിന്ന് ധാരാളം ഫോണുകളും പരാതികളും ഇപ്പോൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ വലിയ സൗകര്യമുള്ളവരൊക്കെ തെറ്റായിട്ട് മേടിക്കുന്നു, പാവപ്പെട്ട ആൾക്ക് കിട്ടാതെ തെറ്റായിട്ട് മേടിക്കുന്നുണ്ട്, ചില ഉദ്യോഗസ്ഥന്മാർ ഇതിനെ കൂട്ടി നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ ഇതറിഞ്ഞ് കറക്റ്റ് ചെയ്യും. സാമൂഹ്യമായിട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് മേടിക്കേണ്ടാത്ത ആളുകൾ അത് മേടിക്കാതെ അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ സ്വയമേവ ഈ കാര്യത്തിൽ ഒഴിവാകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. എന്തായാലും മേടിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർ തെറ്റായൊരു കാര്യമാണല്ലോ. അതിൻ്റെ പരിശോധന കൃത്യമായി നടക്കും. ആ പരിശോധന നടന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരും. അല്ലാതെ ഇപ്പോഴേ നമ്മൾ ലിസ്റ്റ് ആകെ അന്വേഷിച്ചിട്ട് ലിസ്റ്റ് ആകെ അങ്ങ് പുറത്തേക്ക് വിടുക എന്നുള്ളതല്ല ശരിയായ രീതി. ഗവൺമെൻറ് സമയം എടുക്കുമ്പോൾ അങ്ങനല്ല ശരിയായ രീതി. സാങ്കേതിക പ്രശ്നം കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ ഒരു പിന്നെ വിധവാ പെൻഷൻ മേടിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഒരു ജോലി കിട്ടി. വാസ്തവത്തിൽ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ വികലാംഗ പല പെൻഷനുണ്ടല്ലോ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥയുള്ളതുകൊണ്ട് പല പെൻഷനുണ്ട്. റിട്ടയർ ചെയ്ത 60 വയസ്സ് കഴിഞ്ഞുള്ള ആളുകളുടെ അല്ല ഇത് സാധാരണ വരുന്നത്. അങ്ങനെയും ആളുകൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. അത് നോക്കുമ്പം സാധാരണ സർവീസിൽ അത്രയും വയസ്സ് വരെ ഇരിക്കാൻ പാടില്ല. 60 വയസ്സ് കഴിഞ്ഞ് മേടിക്കാവുന്ന ഒരു വിഭാഗമുണ്ട്. അതാരാന്ന് വെച്ചാൽ ഈ കാഷ്വൽ പാർട്ട് ടൈം എംപ്ലോയീസ് ഉണ്ടല്ലോ, അവർക്ക് 70 വയസ്സ് വരെ ഇരിക്കാം. അവരും മേടിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഓരോ കേസ് നോക്കിയാലേ അറിയൂ. അപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു വിധവയായിരുന്നു, അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു പെൻഷൻ കിട്ടുന്ന ആൾ ജോലി കിട്ടുന്നതിന് മുമ്പ് പെൻഷൻ മേടിച്ചിരുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ മസ്റ്ററിങ്ങിൻ്റെ സമയമുണ്ടല്ലോ ഓരോ വർഷവും. അപ്പോൾ അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണ്ടേ, അവരിതിന് എലിജിബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അവിടെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉത്തരവാദിത്തമായല്ലോ. സാങ്കേതികമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞാൽ, അവർ പുതുക്കി കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്വമായി. അവർ വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും പണം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉത്തരവാദിത്വമില്ലെന്ന് പറയാം. അല്ല, അതിന് ചിലപ്പോൾ ഒറ്റപ്പെട്ട സാധ്യത ഉണ്ടാകും. പക്ഷേ ഇത് ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ നല്ലൊരു ഭാഗം പോകുന്നത്. മഹാഭൂരിപക്ഷം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പോവാണ്. പിന്നെ ഇങ്ങനെ കൊടുക്കുന്ന കേസുകളുണ്ട്. അവിടെയും ഇപ്പം കൂടുതൽ ഓതൻറ്റിക് ആവാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തും നമ്മൾ വർഷം തോറും മസ്റ്ററിങ് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ഇടയ്ക്ക് മരിച്ചുപോയാൽ ആളുടെ അക്കൗണ്ടിലേക്ക് 2-3 വർഷം ചിലപ്പോൾ പോയി കഴിഞ്ഞായിരിക്കും അറിയുക. അതുകൊണ്ടാണ് ഓരോ വർഷവും മസ്റ്ററിങ് വേണമെന്ന് പറഞ്ഞത്. കോവിഡ് സമയത്ത് മസ്റ്ററിങ്ങിന് അല്പം താമസം വന്നു. കാരണം ഇറങ്ങി നടക്കാനും ഇത് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ മസ്റ്ററിങ് എല്ലാ വർഷവും ഉണ്ട്. ആ സമയത്ത് അറിയാം. അപ്പോൾ മരിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട് 2-3 വർഷമായിട്ട് അങ്ങനെ അക്കൗണ്ടിൽ പോയി കിടക്കുന്ന കേസുകൾ ഉണ്ടാവാം. അത് വളരെ റെയറായിട്ടേ ഉണ്ടാവും. പക്ഷേ ഓരോ വർഷവും മസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരാൾ ഇടയ്ക്ക് നിന്നിട്ട് പറ്റിച്ചു എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതുതന്നെ ഇപ്പം പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഓരോ ആൾക്കും വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അവരെ പേഴ്സണലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒന്നിൽ അവരുടെ ഫേസ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ മറ്റ് റെക്കഗ്നിഷൻ മാർഗം കൊണ്ട് സ്വീകരിച്ചിട്ട് ഇത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അതും തീരുമാനിച്ചിട്ടുണ്ട്.
ഇത്രയും ആൾക്ക് കൊടുക്കുന്നൊരു പദ്ധതിയാണ്. അതിനകത്ത് തെറ്റായ ഒരു സമീപനം പലരുടെയും ഭാഗത്തുനിന്ന് വരുന്നു. അത് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെറ്റ് ചെയ്തവരെ കണ്ടെത്തി ആവശ്യമായ കർശനമായ നടപടിയെടുക്കുക. ഈ രണ്ട് കാര്യവും ഗവൺമെൻറ് ചെയ്യും. ഇനി തുടരാതിരിക്കാൻ വേണ്ടിയുള്ള സമയം എടുക്കും. വാസ്തവത്തിൽ ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ പാവപ്പെട്ട ആളുകൾക്ക് 1600 രൂപ കൊടുക്കുന്നതിനകത്തൊരു തട്ടിപ്പ് നടത്തിയതിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഈ ട്രോളി ബാഗിൽ 4 കോടി 8 കോടി കൊണ്ടുവന്ന് ഇതിൽ ലിങ്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നെന്ന് പറയുന്ന ആരോപണം ഒരു കാര്യം വളരെ ക്ലിയറാണ്. അതിനു മുമ്പ് ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേതാക്കന്മാരുടെയും കാര്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തെളിവും സാക്ഷിമൊഴിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ 4 കോടി 8 കോടിയും 12 കോടിയൊക്കെ കൊണ്ടുവന്ന് ഇതിന് പണം ചിലവാക്കി രാഷ്ട്രീയത്തിൽ ഇലക്ഷന് വോട്ട് മറിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഏറ്റവും മോശമായ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നത് വേറെ വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ പണത്തിൻ്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റേതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഞാൻ പറയാൻ ആളല്ല. അത് കൂടുതൽ നോക്കണം. ഏതാ അല്ല, ഞാൻ പറഞ്ഞ അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ ഇത് ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നാലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാമെന്ന് ഞാൻ പറയാം. മറ്റേതിൻ്റെ എനിക്ക് അത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. എന്തായാലും അത് സംബന്ധിച്ച് പോലീസും ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. അതേതായാലും തുടർന്ന് അന്വേഷിക്കേണ്ടതാണ്. ഒരു കാര്യം വളരെ ക്ലിയറാണ്. ആ പെട്ടിക്കകത്തുണ്ടോ ഈ പെട്ടിക്കകത്ത് വന്നോ എന്നുള്ളതല്ല. ഇതിനു മുമ്പ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വന്ന കാര്യങ്ങളെ സംബന്ധിച്ച് BJPയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആൾ സാമഗ്രികൾ ചിലത് കൊണ്ടുവരും, ആ സാമഗ്രികൾ അവിടെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ സാമഗ്രി അത് പെട്ടിയാണോ ബാഗാണോ ചാക്കാണോ എന്ന് പറഞ്ഞോടെ സാമഗ്രി കൊണ്ടുവന്നു, അതിനകത്ത് പണമായിരുന്നു എന്നുള്ള കാര്യം വന്നല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ തെറ്റായ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റണം. തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒക്കെ ഇങ്ങനെ പണത്തിൻ്റെ കളി ആവരുതെന്നുള്ളൊരു പ്രശ്നം അതുവഴി നമുക്ക് വ്യക്തമായിട്ടുണ്ട്.